പ്രിയരെ, എല്ലാവർക്കും നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഞാൻ ശിവദാസൻ നന്ദിയാട്ട്, സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷൻ പൗരാവകാശ സംരക്ഷണ സമിതിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി വർക്ക് ചെയ്യുകയാണ്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 UDF, 35 LDF, 3 NDA ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF വളരെ മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം ലഭിച്ചിരിക്കുകയാണ്. ലഭിച്ച ഭൂരിപക്ഷം എന്തു തന്നെയായാലും 10 വർഷക്കാലത്തിൻ്റെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ചെയ്തികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, UDF വളരെ മിതപരമായ സമീപനവും അതുപോലെ തന്നെ ഒറ്റപ്പെട്ട സമരങ്ങളുമല്ലാതെ ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായി നിൽക്കുവാനായിട്ട് UDF കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ തന്നെയും അവർ കഴിഞ്ഞ 10 വർഷമായി ചെയ്ത പോരാട്ടങ്ങളുടെ അനന്തരഫലമായി ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയം എന്തുകൊണ്ടും ശ്ലാഘനീയം തന്നെയാണ്. നമുക്കറിയാം, UDF മാത്രം വോട്ട് കൊണ്ടല്ല ഈ 102 സീറ്റ് കൈവരിക്കാൻ കഴിഞ്ഞത്. മറിച്ച് ഏകദേശം ഇവിടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതേപോലെ തന്നെ പുരോഗമന പ്രസ്ഥാനങ്ങൾ വിശ്വസിക്കുന്നവരൊക്കെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും LDF താഴെ ഇറക്കിയേ മതിയാവൂ എന്ന രീതിയിലാണ് തീരുമാനമെടുത്തത്. അതിൻ്റെ അനന്തരഫലം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പ്രധാന പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത്, ജനങ്ങളുടെ മേലിൽ അധിക നികുതിഭാരം ഏർപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ജനങ്ങളെ കൊള്ളയടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലയിൽ എന്തെല്ലാം ജനങ്ങളിൽ നിന്ന് മേടിച്ചെടുക്കാൻ കഴിയുന്നോ അതൊക്കെ തന്നെ ജനങ്ങളിൽ നിന്ന് മേടിച്ചെടുക്കുകയും ധൂർത്തും ആർഭാടവും നടത്തിക്കൊണ്ട് യാതൊരു മിതവ്യയമില്ലാതെ കിട്ടുന്ന സംഖ്യ മൊത്തം ദുർവിനിയോഗം ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ തന്നെ നിലനിൽക്കേണ്ടത് എന്ത് തന്നെയായാലും ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ തുടച്ചു നീക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടൊന്നും വ്യക്തിപരമായിട്ട് പൗരാവകാശ സംരക്ഷണ സമിതിക്കില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ പെരുമാറ്റ രീതി വലിയ രീതിയിലുള്ള അപകടകരമായിട്ടുള്ള രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒന്ന് അടിമ ഉടമ എങ്ങനെയാണ് പെരുമാറുന്നത്, മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥൻ എങ്ങനെയാണ് പെരുമാറുന്നത്, ഇതേ തരത്തിലാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ നേതാക്കന്മാരുടെ പെരുമാറ്റം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ നടക്കുന്നത്? നിങ്ങൾ ചിന്തിക്കൂ. നാളെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും അധികാരത്തിൽ വരണം, അല്ലെങ്കിൽ ജനക്ഷേമം നടത്തുകയും ജനങ്ങളുടെ മനസ്സുകളിലാണ് പ്രവർത്തനത്തിൻ്റെ മൂല്യബോധം ഉണ്ടാകേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവ് കമ്മ്യൂണിസ്റ്റുകാർക്കില്ലാതെ പോകുന്നു എന്നാണ് മനസ്സിലായത്. പരസ്യത്തിലൂടെ അല്ല യഥാർത്ഥത്തിൽ ഇതൊരു പരസ്യം ചെയ്തുകൊണ്ട് ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളല്ല യഥാർത്ഥത്തിൽ ആവശ്യം. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട പരാജയം എനിക്ക് കാണാൻ കഴിയുന്നത്, എൻ്റെ ഒരു വിലയിരുത്തൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊന്നും തന്നെ പുതിയ മുദ്രാവാക്യങ്ങളൊന്നും തന്നെ ഇല്ല. പുതിയ മുദ്രാവാക്യമില്ല. തൊഴിലില്ലായ്മ പരിഹരിക്കാനോ പട്ടിണി മാറ്റാനോ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു വികസന തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഇന്നലകളിൽ ചെയ്ത പഴംപുരാണങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് ലഭിക്കുന്ന ഒരു കാലഘട്ടം മാറി എന്ന് നിങ്ങൾ തിരിച്ചറിയണം. വർത്തമാന കാലഘട്ടത്തിലുള്ള നിങ്ങളുടെ ചെയ്തികളും നിങ്ങളുടെ മുദ്രാവാക്യങ്ങളും നിങ്ങളുടെ പ്രവർത്തനങ്ങളും ഇതാണ് ജനങ്ങൾ ഇന്ന് യഥാർത്ഥത്തിൽ വിലയിരുത്തി വോട്ട് ചെയ്യാനായിട്ട് നമ്മൾ വയ്ക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ CPI എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടല്ലോ. CPIയെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. തിരുത്തൽ ശക്തി എന്ന രീതിയിലാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരുത്തൽ ശക്തി. അവരുടെ സംഭാവന എന്താണ്? എല്ലാം നിർഗുണന്മാരായി മാറിക്കൊണ്ട് ഒരു ഇടപെടലുകളും നടത്താതെ കമ്മ്യൂണിസ്റ്റ് വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് പാർട്ടി പോകുമ്പോഴും അതിനെ നിയന്ത്രിക്കാനായിട്ട് യഥാർത്ഥത്തിൽ CPIക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിർഗുണന്മാരുടെ പാർട്ടി തന്നെയാണ്. അധികാരത്തിന് വേണ്ടി, അത് പാർലമെൻ്ററി വ്യാമോഹം മത്ത് പിടിച്ചുകൊണ്ട് പാർലമെൻ്ററി അംഗത്ത് പ്രവർത്തിക്കല്ലാതെ അടിസ്ഥാനവർഗമായ തൊഴിലാളി വർഗത്തെ സംരക്ഷിക്കാനോ പരിരക്ഷിക്കാനോ ഒരു പരിഗണനയും ഇന്നത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു പരാജയത്തിൻ്റെ പ്രധാന കാരണം വ്യക്തി കേന്ദ്രീകൃത പ്രവർത്തനങ്ങളാണ്. പിണറായിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രത്യയശാസ്ത്രം
മൺമറഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് പ്രത്യയശാസ്ത്രം പഠിപ്പിക്കാനോ തയ്യാറാകാത്ത രീതിയിൽ പ്രത്യയശാസ്ത്രം പിന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ ഒരു സസ്റ്റൈനബിലിറ്റി കൈവരിക്കാനായിട്ട് കഴിയില്ല. അതായത് ഒരു സുസ്ഥിരത കൈവരിക്കാനായിട്ട് കഴിയില്ല. പ്രത്യയശാസ്ത്രം മുന്നിൽ നിന്നുകൊണ്ട് കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ മാറ്റം വരുത്തേണ്ടെങ്കിൽ മാറ്റം വരുത്തിക്കൊണ്ട് പ്രത്യയശാസ്ത്രം വീണ്ടും ജനസമക്ഷം കൊണ്ടുവരികയും പരിപാടികളിലും ഭരണഘടനയിലൊക്കെ തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് നയപരമായിട്ടുള്ള സമീപനങ്ങൾ മാറ്റം വരുത്തേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യയശാസ്ത്രം പഠിപ്പിക്കാത്തോടത്തോളം കാലം തൊഴിലാളികളെയായാലും അടിസ്ഥാന വർഗത്തെയായാലും കർഷകരെയായാലും കൃഷിക്കാരെയായാലും പ്രത്യയശാസ്ത്രം പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ ഗ്രോത്താണ്, താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾ മാത്രം ഉണ്ടാകുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നേതാക്കന്മാരുടെ ധാർഷ്ട്യമാണ്. ഏതെങ്കിലും ഒരു അണി, ഏതെങ്കിലും ഒരു പാർട്ടി മെമ്പർ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടിത്തട്ടിൽ നിന്ന് കത്തുകൊണ്ടുവരണം. പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി, പാർട്ടി ലോക്കൽ സെക്രട്ടറി, പാർട്ടി ഏരിയ സെക്രട്ടറി, പാർട്ടി ജില്ലാ കമ്മിറ്റി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, ഇങ്ങനത്തെ ഒരു റേഷ്യോയിലാണ് നിൽക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. സഡനായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും ആ ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടതാണ് ചെയ്യേണ്ടത്. അത് ചെയ്തില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്ന സമരങ്ങൾ മാത്രമാണ് വർഗ സമരം എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ആശാവർക്കർമാർ അനീതിക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്ന ഒരു സമരത്തെയും അവർ നടത്തുന്ന വർഗ സമരമായി കാണുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വർഗ സമരമായി കാണണം. നിങ്ങൾ മനസ്സിലാക്കുക, ഏത് തൊഴിലാളി വർഗത്തിൻ്റെയും അവരുടെ ന്യായമായ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സമരങ്ങളും വർഗ സമരമായി കാണണം. ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരമായിട്ട് കാണണം. ഇതൊന്നും മുന്നിൽ കാണാത്ത രീതിയിലുള്ള സമരങ്ങളെയൊക്കെ തന്നെ പുച്ഛിച്ച് തള്ളി ഒരു വർഷക്കാലം വരെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ പോയി കിടന്നാൽ പോലും അതിനുള്ള ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാത്ത ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് പോകുമ്പോൾ ജനങ്ങൾ ഇതിനൊക്കെ തന്നെ മറുപടി കൊടുത്തില്ലെങ്കിൽ അർഹിക്കുന്ന ചെകിടത്തടി തന്നെയാണ് ഇത്. ചെകിടത്തുള്ള അടി തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്. റോഡും പാലങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ഇവിടുത്തെ പട്ടിണി മാറ്റുക, ഇവിടുത്തെ ദാരിദ്ര്യം മാറ്റുക, ഇവിടുത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുക, കിടക്കാൻ കിടപ്പാടമില്ലാത്തവർക്ക് വാസയോഗ്യമായിട്ടുള്ള വീടുകൾ പണിത് കൊടുക്കുക, അതുപോലെ തന്നെ സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ ഉണ്ടാക്കുക. ഇതിനൊന്നും തന്നെ ഒരു പരിഗണനയും കൊടുക്കാതെ ദൂർത്തും ആർഭാടവുമായി മാത്രം പോകുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ജനം തിരിച്ചറിയും. സുഹൃത്തുക്കളെ, നിങ്ങളൊക്കെ തന്നെ സഖാക്കൾ എന്നുള്ള വാക്ക് പോലും ഉച്ചരിക്കാനുള്ള ഒരു മാന്യത പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വികസനത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് വീണ്ടും ഇത് വരുന്നില്ല. വിലക്കയറ്റം പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. വിലക്കയറ്റം തോട്ടത്തിന് ഉപ്പ് തുടങ്ങി കർപ്പൂരം വരെയുള്ള എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിപ്പിച്ചു. അതുപോലെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ ജനങ്ങളിൽ നിന്ന് എങ്ങനെയൊക്കെ തന്നെ വട്ടമിട്ട് പിഴിഞ്ഞ് ജനങ്ങളിലേക്ക് ഖജനാവിലേക്ക് സങ്കേതിക്കാവുന്ന രീതിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എല്ലാ മേഖലയും സമസ്ത മേഖലയും വൻ പരാജയമാണ് എന്നുള്ളതിലൊരു തർക്കമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനവിധി എന്തു തന്നെയായാലും ഇടതുപക്ഷം ഇത് വിലയിരുത്തി മുന്നോട്ട് പോകുമെന്നുള്ളൊരു ചിന്താഗതി നമുക്കുണ്ട്. കാരണം സ്ഥാപിത താല്പര്യങ്ങളാണ്, സ്വജനപക്ഷ താല്പര്യങ്ങളാണ്. സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥികളാക്കുക, സ്വന്തം ഇഷ്ടത്തോഴന്മാരെ സ്ഥാനാർത്ഥികളാക്കുക, ഇഷ്ടത്തോഴന്മാരെയൊക്കെ തന്നെ സ്ഥാനങ്ങളിൽ കൊണ്ടുവരിക. ഇങ്ങനെ ഒരു പാർട്ടി എങ്ങനെ രക്ഷപ്പെടും? നിങ്ങൾ തന്നെ ചിന്തിക്കൂ. എങ്ങനെ രക്ഷപ്പെടും? കേരളത്തിലുള്ള ജനങ്ങൾ, പൊതുസമൂഹം എന്ന് പറയുന്ന കേരളത്തിലുള്ള ജനങ്ങൾ എത്രയോ കൃത്യമായിട്ടുള്ള വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിലയിരുത്തി ചൂണ്ടുവിരലിൽ ഒട്ടിച്ച മഷി പതിപ്പിച്ച് അതിൻ്റെ അടയാളം രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുക. നമുക്കറിയാം, അതിന് പ്രധാനമായിട്ടും കേരളത്തിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് PV അൻവറിൻ്റെ പരാജയം, രണ്ട് PK ശശിയുടെ പരാജയം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായ TN പ്രതാപൻ്റെ പരാജയം. ഇത് മൂന്നും അനിവാര്യമായിട്ടുള്ള പരാജയം തന്നെയാണ്. അനിവാര്യമായിട്ടുള്ള പരാജയമാണ്, ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ജനങ്ങൾ കൃത്യമായിട്ടാണ് വിലയിരുത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിബലായിട്ട് മത്സരിച്ചിരുന്ന മുഴുവൻ പേരെയും, പയ്യന്നൂരായിക്കോട്ടെ, തളിപ്പറമ്പായിക്കോട്ടെ, അമ്പലപ്പുഴ ആയിക്കോട്ടെ, എല്ലാ പ്രദേശങ്ങളിലും തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും പുരോഗമനപരമായിട്ടുള്ള ചിന്താഗതിയുള്ളവരൊക്കെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDF നോട്ട് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറി എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇന്നത്തെ കാലത്ത്
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെക്കാളും മോശമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മാറുമ്പോൾ എന്തിനു വേണ്ടിയാണ് അതിൽ ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അടിയുറച്ച് വിശ്വസിക്കേണ്ടതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അറിവും തിരിച്ചറിവും രണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയും. അടിമ സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് UDF LDF മാറി UDF വന്നാലും തേനും പാലും ഒഴുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും പൗരാവകാശ സംരക്ഷണം മതിക്കില്ല. എന്തു തന്നെയായാലും ജനമനസ്സുകളിൽ നിങ്ങൾ ഉണ്ടാവണം. ജനോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ജനോപകാരപ്രദമായിട്ടുള്ള ചെയ്തികൾക്കും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, മുൻഗണനാക്രമത്തിൽ ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കും ഇത് തന്നെയായിരിക്കും, UDFനും അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഇത് തന്നെയായിരിക്കും അനുഭവം എന്ന് നിങ്ങൾ തിരിച്ചറിയണം. മാത്രവുമല്ല, ആർഭാടവും അത്യാർത്തിയും ഈ പറയുന്ന രീതിയിലുള്ള അകമ്പടി സേവകരെയൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെയൊക്കെ തന്നെ മുന്നോക്കം കൊണ്ടുവരികയും അതുപോലെ തന്നെ അടിസ്ഥാനവർഗമായ തൊഴിലാളി വർഗത്തെയും താഴേക്കിടയിലുള്ള സമ്പന്നരിൽ മുന്നോക്കക്കാരിൽ പിന്നോക്കം നിൽക്കുന്നവരെയും രോഗശയ്യയിൽ കിടക്കുന്നവരൊക്കെ തന്നെ കൈ ഉയർത്തി മുന്നോട്ട് കൊണ്ടുവരുന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പൗരാവകാശ സംരക്ഷണ സമിതി ഈ ജനവിധിക്ക് നേതൃത്വം കൊടുത്തവരും അടയാളം രേഖപ്പെടുത്തിയവരെയും എല്ലാ രീതിയിലുള്ള അഭിനന്ദനങ്ങളും ആത്മാർത്ഥതയുടെയും ഹൃദയത്തിൻ്റെ ഭാഷയിലും അർപ്പിക്കുകയാണ്. അഭിവാദ്യങ്ങൾ.